ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായി അമ്മേനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. കാരണം കുറേ വീഡിയോസായി അമ്മ ഇല്ല. പിന്നെ അതുമല്ല ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ആയി വീഡിയോ ഇട്ടിട്ട്. ഞങ്ങൾ ഇത്രയും ഗ്യാപ്പ് ഇതുവരെ വരുത്തിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ 1 വീക്കായി വീഡിയോ ചെയ്തിട്ട്. കുറേ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ പിറകെയുള്ള കുറേ ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലേറ്റായി പോയത്. പിന്നെ ഇവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുറേ വയനാടിൻ്റെ ദുഃഖമോ അതിലും കുറേ വിഷമമായിപ്പോയി. നേരം പൊലിന്ന് വരുമ്പോഴേക്ക് എന്തെന്നാ കണ്ടത്, ഒരു നാട് മൊത്തം പോയില്ലേ. അതങ്ങനെയാണെങ്കിൽ കൂടി ഇത് ഞങ്ങൾ ജോലിയാണ്, ചെയ്യാണ്ടിരിക്കാനും പറ്റൂല, ജീവിതമാർഗ്ഗമല്ലേ. അതാണ് ഞങ്ങൾ എന്താ പറയുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പുറകോട്ട് നോക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് വയനാട്ടിൽ. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ എന്തെങ്കിലും നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുക. നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ് അവരും. അവരുടെ എന്താ പറയുക കിടപ്പാടോ അവരുടെ സ്ഥലം പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അവരെങ്കിലും ഇപ്പോൾ ഒരു 1000 രൂപയാണെങ്കിൽ അത് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ട്, മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സംഘടനകളൊക്കെ ചേർന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്താണോ അത് വളരെ ചുരുങ്ങിയൊരു പൈസയാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുക, കഴിയുന്ന സഹായം ചെയ്യുക. ഇനി ഒരിക്കലും ഇതുപോലൊരു ദുരന്തം ഭൂമിയിൽ വരാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കും. ഇനി ഞങ്ങൾ എന്തായാലും വീഡിയോസ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടും. അപ്പോൾ കുറേ വ്യൂവേഴ്സിന് മുഷിപ്പുണ്ടാവും. ഞങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചില സമയത്ത് ഇങ്ങനെ നിന്ന് പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇപ്പോൾ കുറവാണോ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നീങ്ങി പോവാണ്. പിന്നെ എന്താ പറയുക ഈ ഒരു വയനാട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ഒരു മൂഡ് തന്നെ ഇല്ലാത്തൊരു വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഇതാണ്. പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അത് ഞങ്ങളുടെ ജോലിയാണ്. ഇപ്പോൾ എല്ലാവരും അവരുടെ ജോലി ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വീഡിയോസ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ നല്ല നല്ല വീഡിയോസായിട്ട് വരും. നിങ്ങളാരും ഞങ്ങളെ ചാനൽ കാണാതിരിക്കരുത്. ഇതുവരെ കണ്ട എല്ലാ വ്യൂവേഴ്സും ഞങ്ങൾ എന്താ പറയുക ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഞങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാർ, സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ബൈ.